സഹകരണ ബാങ്കിൽ നടത്തിയിട്ടുള്ള കോടികളുടെ വായ്പാ തട്ടിപ്പില് ഏതാണ്ട് 12 കോടി അധികം രൂപയുടെ തട്ടിപ്പ് നടന്നതിൽ 8 കോടി അടുത്തുള്ള തട്ടിപ്പ് കണ്ടെത്തി ഒരു സർചാർജ് ഉത്തരവ് ഇറക്കുകയും അതിൻ്റെയുള്ള രേഖകളുമാണ് ഇതിനകത്ത് ഒന്നുള്ളത്. അതിൽ 7 പ്രതികളും 7 ഡയറക്ടർമാരും കെ അബ്രാഹാം എന്ന കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ള 7 പ്രതികളും 2 ജീവനക്കാരും ഒരു ബിനാമി സജീവൻ കൊല്ലപ്പള്ളിയുമാണ് അതിനകത്തുള്ള മൊത്തം പ്രതികൾ. രണ്ടാമത് ജനകീയ സമരത്തിന്റെ ഭാഗമായി വിട്ടുപോയ ഒരു 2-3 കോടിയുടെ തട്ടിപ്പ് ഉണ്ടായിട്ടും അതിൽ കേവലം 46 ലക്ഷത്തിന്റെ മാത്രം തട്ടിപ്പ് മാത്രം പുറത്തു വരുന്ന രീതിയിൽ ഒരു നോട്ടീസും ഒരു സർചാർജും ഇറക്കാനുള്ള പരിശ്രമത്തിലാണ് JR ഓഫീസ്. ഈ 2 നോട്ടീസാണ്. ഒന്ന് ഇറക്കിയ സർചാർജിന് ആവശ്യം ഉപലപരമായ നോട്ടീസ് ഇതും, രണ്ടാമത്തെ ഈ ഇറക്കാൻ പോകുന്ന സർചാർജിന് ആവശ്യമായ നോട്ടീസുമാണ്. ഈ നോട്ടീസുകൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമാണ്. ഇതില് 7 പ്രതികളും ഇതില് 10 പ്രതികളുമാണ് ഡയറക്ടർമാർ. അപ്പൊ ഇല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ വളരെ പരസ്പര വിരുദ്ധമായ വിക്റ്റിമായ പല ആളുകളും യഥാർത്ഥ ഇരകള് ഈ അന്വേഷണത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുമെന്നും നിങ്ങൾക്ക് ഇതിനകത്ത് സർചാർജിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് കത്ത് 2-3 വർഷം മുമ്പ് തന്ന ആ കത്ത് പ്രകാരമുള്ള നടപടികൾ പുരോഗമിച്ച് അതിന്റെ ഓർഡറായി വന്നപ്പോൾ ഈ ആളുകളൊന്നും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. തട്ടിപ്പിന് ഒരു പരിധിവരെ കൂട്ടുനിന്ന ഒരേ ഒരു ആളെ മാത്രം 46 ലക്ഷത്തിന്റെ കേസ് മാത്രം വെച്ചുകൊണ്ട് ഒരു സർചാർജ് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇറക്കാൻ പോകുന്ന സർചാർജ് പ്രകാരം പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസാണിത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സർചാർജ് ഇറങ്ങും. ഈ നോട്ടീസിനകത്ത് അപ്രധാനമായ 2018 രാജിവെച്ച് പോയവരോട് 2023-ലെയും 24-ലെയും ബാങ്കിലെ ഭരണത്തെക്കുറിച്ചും അതിനകത്ത് ശാഖ തുടങ്ങിയതിനെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്ന വെറും പ്രഹസനപരമായ ഒരു റിപ്പോർട്ടാണ്. ഇത് രണ്ടും കൂടി ഒരു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് മൊത്തം അട്ടിമറിക്കപ്പെടും, സ്റ്റേ ചെയ്യപ്പെടും. ഞങ്ങൾ ഈ വസ്തു വെച്ചുകൊണ്ട് ശക്തമായ സമരം, കൂട്ടായ സമരവും ഇരകൾ ഒറ്റയ്ക്കായിട്ടുള്ള സമരവും അങ്ങനെ തീവ്രമായ സമരത്തിലേക്ക് കടക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. ഈ സമരത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് വരുന്ന 3-ാം തീയതി ഈ പുൽപ്പള്ളി സർവീസ് ബാങ്കാണ്. ആ ബാങ്കിന്റെ ഭരണസമിതിക്കാര് മുൻ അഴിമതിക്കാരെ തുടർച്ചക്കാരാണ്. അവർക്കാണ് ഇതിന് പലതും ചെയ്യാൻ പറ്റുന്നത്. ഒരു OP പോലും ഞങ്ങളുടെ പണം കട്ടുകൊണ്ട് പോയിട്ട് തിരികെ കെട്ടാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടവര്. ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഉൾപ്പെടാത്ത ദാനിയേൽ താറാക്കുട്ടി അടക്കമുള്ള തട്ടിപ്പിനിരയായവരുടെ വിഷയം ഈ എൻക്വയറിക്കകത്ത് ഉൾപ്പെട്ട് അവർക്ക് അനുകൂലമായ ഒരു സർചാർജ് ഉത്തരവ് വരണം. ഈ റവന്യൂ റിക്കവറി നടപടികൾ പാസ്സായി കിടക്കുന്ന ഈ സംഗതിയിൽ മന്ത്രിയുടെ എടുത്തു കൊടുത്ത ഈ അപ്പീല്, ഈ പ്രതികൾ മന്ത്രിയുടെ അടുത്താണ് അപ്പീൽ കൊടുത്തത്, ഗവൺമെന്റിൽ അപ്പീൽ കൊടുത്തത്. ആ അപ്പീൽ അബ്രാഹത്തിന്റെ മാത്രം അപ്പീൽ തള്ളാണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ അപ്പീൽ തള്ളി ഇവരുടെ ബ്ലോക്ക് കോടതിയിലുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാൻ ഇവർ പരിശോധിച്ചാൽ കഴിയും. അതൊക്കെ മാറ്റി റവന്യൂ റിക്കവറി ഈടാക്കി ഈ പാവങ്ങളുടെ ആധാരവും മറ്റു രേഖകളും തിരികെ ലഭിക്കണം. അധികം താമസിക്കാതെ നടപടി വരണം. അത് വരുന്നോടം വരെ ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങളിലേക്ക് കടക്കാൻ പറ്റും അതെല്ലാം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രചരണങ്ങളുണ്ട്, സത്യാഗ്രഹങ്ങളുണ്ട്, ഒറ്റപ്പെട്ട സമരങ്ങളുണ്ട്. അങ്ങനെ തുടർ സമരങ്ങളാണ്. ബാങ്കിൽ ഞങ്ങൾ ഈ രേഖകൾ മേടിച്ച് മടങ്ങി പോകും.